കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം തടഞ്ഞ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഷഹബാസിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അവരെ SSLC എഴുതിച്ചപ്പോൾ തന്നെ ഒരുപാട് പേർ രോഷാകുലരായി രംഗത്ത് വന്നു. ഷഹബാസിന്റെ കുറ്റവാളികൾക്ക് പ്രഹരത്തിന്മേൽ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഓരോ സ്റ്റുഡൻസിനോടും അവരുടെ മാതാപിതാക്കളോടും പറയാനുള്ളത് ഇത് നമുക്കൊക്കെയുള്ളൊരു പാഠമാണ്. ഒരു കുട്ടി കശപിശ അത് അവസാനിച്ചത് ഒരു മരണത്തിലാണ്. ഒരു 15 വയസ്സായപ്പോഴത്തേനും ഈ കുട്ടികൾ കൊലയാളികളായി മാറി. സമൂഹത്തിൽ ഇവർ കൊലയാളികളാണ്. ആ ഒരു പേര് ഇനി ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. മക്കൾ കൊലയാളികളായി അറിയപ്പെടാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. 7 മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതായത്. അടിയുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ ഹീറോയിസം ആയി കാണുന്ന ആൺകുട്ടികൾ, കുറി തൊടുന്നതും ഹിജാബ് ഇടുന്നതുമൊക്കെ ഫാൻസ് കുറയ്ക്കുമെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ. നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളുടെ ചോരത്തിളപ്പിൽ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു വട്ടമെങ്കിലും ചിന്തിക്കുക. അന്ന് ഷഹബാസിന്റെ എടുത്തുചാട്ടത്തിൽ നഷ്ടമായത് അവന്റെ ജീവൻ തന്നെയാണ്. അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടമായത് അവരുടെ സ്വപ്നങ്ങളെയാണ്. ഷഹബാസ് ഒരു എക്സാം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇൻഫർമേഷൻ ടെക്നോളജി. ആ വിഷയത്തിൽ അവന് A+ ലഭിച്ചു. അത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ കുട്ടി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നലെ അവൻ്റെ റിസൾട്ടും വരുമായിരുന്നു. ഉന്നത വിജയത്തോടെ തന്നെ അവൻ വിജയിക്കുമായിരുന്നു. ഇന്ന് ജുവനൈൽ ഹോമിൽ കഴിയുന്ന ആ 6 കുട്ടികളുടെയും റിസൾട്ട് വരുമായിരുന്നു. സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട 7 വീടുകളാണ് ഇരുട്ടിലേക്കായത്. സമൂഹത്തിൽ അവർ കൊലയാളികളാണ്. അവരുടെ മാതാപിതാക്കൾ കൊലയാളികളുടെ മാതാപിതാക്കളും. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? നിസാരം ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ. കോളേജിലും സ്കൂളിലുമൊക്കെ ഉണ്ടാകുന്ന കലാപരിപാടികൾക്കിടയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള കുട്ടികൾ കൂകും. അത് സ്വാഭാവികമാണ്. ഇന്നും ഇന്നലെയും മാത്രം നടന്ന സംഭവങ്ങളല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇതൊക്കെ നടന്നു പോരുന്നുണ്ട്. മറ്റൊരവസരം നമുക്കും കിട്ടുമെന്ന പ്രതീക്ഷകൾ മാത്രമായിരിക്കും അവർക്കുണ്ടാകുക. പക്ഷെ ഇവിടെ അതിലും അതിക്രമിച്ചുള്ള വൈരാഗ്യവും അതിലുടലെടുത്ത ആക്രമണവുമാണ് ഒരു മരണത്തിലേക്ക് എത്തിച്ചത്. അത്രയേറെ വയലൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ കുട്ടികൾ ചെയ്തല്ലോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അവർക്ക് എവിടുന്നാണ് ഇത്രയും ധൈര്യം? കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും SSLC പരീക്ഷാഫലം പുറത്തു വന്നു. പക്ഷേ ഈ 6 കുട്ടികളുടെ പരീക്ഷാഫലം പുറത്തു പ്രസിദ്ധീകരിച്ചില്ല. അന്വേഷണ പുരോഗതിക്കനുസരിച്ച് ആവശ്യമെങ്കിൽ ഫലം പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്ന് പരീക്ഷാ ബോർഡ് അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന് ചില നിലപാടുകൾ ഉണ്ടെന്നും അക്രമവാസനകൾ വെച്ചു പൊറുപ്പിക്കില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ജുവനൈൽ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത്. എന്നാൽ ജുവനൈൽ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത്. എന്നാൽ അക്രമവാസനകൾ വെച്ചു പൊറുപ്പിക്കാനാകില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞുവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തതെന്നും ഷാനവാസ് വ്യക്തമാക്കി. ഈ കുട്ടികളെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്തെന്നും അദ്ദേഹം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുത് എന്ന ആവശ്യം ഉയർന്നു വന്നുവെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെ പരീക്ഷ എഴുതിച്ചത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയാണ് കുട്ടികളെ പരീക്ഷ എഴുതിച്ചത്. വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 13 മാറ്റിയിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരി 27 നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ മാർച്ച് 1 പുലർച്ചെയാണ് മുഹമ്മദ് ഷഹബാസ് മരിച്ചത്. ഒരു സംഘം വിദ്യാർത്ഥികൾ ഷഹബാസിനെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതേസമയം ഷഹബാസ് എഴുതിയ ഏക പേപ്പറിൽ A+ ലഭിച്ചു എന്നതും സങ്കടകരമാണ്.